നമസ്കാരം. നമ്മുടെ ലോകം എത്ര ഭാഗമാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണമെന്ന് അറിയുന്നുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ലോകത്ത് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മാത്രം ആ ഒരു മൂഡിൽ അങ്ങനെ കിടന്നുറങ്ങുക, നീക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മളൊക്കെ നമ്മളെല്ലാവരും നമ്മളുടെ ഈ ജന്മത്തെ ചിലവർ അങ്ങനെ കുറ്റം പറയും. എൻ്റെ ഈ ഒരു ജന്മം ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നവരാണ്. നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പം നമ്മൾ ജനിക്കുക, ഒരു പെണ്ണായി ജനിക്കുക അല്ലെങ്കിൽ ആണായി ജനിക്കുക, അതൊന്നും നമ്മളുടെ കൺട്രോളില്ല. അല്ലെങ്കിൽ നല്ല അച്ഛൻ്റെ അമ്മ, നമുക്ക് അച്ഛൻ്റെ അമ്മ, ഏത് അച്ഛൻ്റെ അമ്മയുടെയും ഉള്ളിലൂടെയാണ് നമ്മൾ ജനിക്കുന്നതെന്നൊന്നും നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടോ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ടോ അല്ല നമ്മൾ വരുന്നത്. അതൊക്കെ സംഭവിച്ചു പോകണം. അതൊന്നും നമ്മളുടെ കൺട്രോളല്ല, ഔട്ട് ഓഫ് കൺട്രോൾ അല്ലേ? അതൊന്നും നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ ഇനി സാധിക്കുകയുമില്ല. ജനിച്ചതും അതുപോലെ തന്നെയാണ് മരിക്കുന്നത്. അടുത്ത നിമിഷം മരിക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്ന് മരിക്കും, എപ്പോൾ മരിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ജീവിക്കുന്നതിൽ ആണ് നമ്മുടെ കയ്യിലുള്ളൂ. അതിനെ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. അത് നമ്മളുടെ ചോയ്സാണ്. അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളുടെ മാത്രം ചോയ്സാണ്. അത് നമ്മളുടെ കൺട്രോൾഡും ആണ്. മരണവും ജനനവും കൺട്രോളിലല്ലെങ്കിലും ഈ നിമിഷം നമ്മളുടെ കൺട്രോളിലാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളുടെ കൺട്രോളിലാണ്. നമ്മളിപ്പോൾ ജനിക്കുന്നത് ഒരു ആണായിട്ട് ജനിക്കുക എന്നുള്ളത് അത് നമ്മളുടെ ജനന സമയത്തുള്ളതാണ്. അത് ബീയിങ് എ ബർത്ത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ വയസ്സാണ് അതൊരു മാനായിട്ടോ. പക്ഷെ നമ്മൾ ജെൻറ്റിൽ ആയിട്ട് ജീവിക്കണം എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. അതെങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ചോയ്സാണ് നമ്മളുടെ കയ്യിലുള്ളത്. ആ ചോയ്സിലേക്ക് വരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ എങ്ങനെ ജീവിതത്തെ കാണുന്നു എന്നുള്ളതാണ് നമ്മളുടെ ജീവിതം ജെൻറ്റിൽ ആയിട്ട് ജീവിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മളുടെ നിറം അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സിങ്, നമ്മളുടെ ലുക്ക് ശരിക്കും ജനിക്കുമ്പോൾ കിട്ടുന്ന ലുക്കാണ്. പക്ഷെ അതിന് നമുക്ക് എങ്ങനെയെങ്കിലും മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കാറ്, വീട്, ജോലി അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ സക്സസ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊക്കെയാണോ ശരിക്കുള്ള ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ? അതാണോ? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ നമ്മൾ എന്താ പറയുക, അതിലേക്കൊക്കെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ജീവിക്കുന്നു, നമ്മൾ പണിയെടുക്കുന്നു, നമ്മളുടെ ജീവിതം സേഫ് ആക്കുന്നു എന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ അങ്ങനെ വലിയ കെയറിങ് കൊടുക്കാറില്ല. എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കെയറിങ് കൊടുക്കുമ്പോഴായിരിക്കും നമ്മളൊന്നും കൂടെയൊക്കെ മെച്ചപ്പെട്ടവരാകുന്നത്. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിന് ശ്രദ്ധിക്കാറില്ല. നമ്മളൊരാളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിലപ്പോൾ വെറുതെ ഒന്ന് ചെയ്തു കൊടുക്കുന്നതാണെങ്കിലും കൂടി അത് ആ കിട്ടുന്ന ഒരാൾക്ക് അത് വലിയൊരു കാര്യമായിരിക്കും. നമ്മളതൊരിക്കലും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാറില്ലെങ്കിലും അത് ആ കിട്ടുന്ന ആൾക്ക് വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ ആ കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. അതങ്ങ് പോട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ അതിലേക്കും നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണം എന്നാണ് നമ്മൾ. അതായത് എന്ത് കാര്യങ്ങളായാലും അതിപ്പോൾ എങ്ങനെയാണൊരു ഉദാഹരണമായിട്ട് പറയുക, ഇപ്പോൾ നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു മാനസികമായിട്ടുള്ള വൈകല്യമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ചിലവർ അതിനെന്താക്കും, പോണു പ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. ചിലവർ എന്താ പറയുക, ആ അടുത്തേക്ക് വരുന്ന കണ്ട് അതിനെ ഓടിക്കും. അങ്ങനെയൊക്കെയാണ് അതിനോടുള്ള പെരുമാറ്റം ഉണ്ടാവുക. പക്ഷെ നമ്മളൊന്ന് ആളോടൊന്ന് ചിരിക്കുക. ചിലപ്പോൾ ആൾ നമ്മളടുത്തേക്ക് വരുന്ന എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിരിക്കും. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. ഒന്ന് ഒരു ചിരിയെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ അത് അവരുടെ ജീവിതത്തിലൊരു വലിയ കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് കെയർ ചെയ്യാറില്ല. അവരൊരിക്കലും ജന്മന അങ്ങനെ ആവുന്ന ഒരാളായിരിക്കില്ല. അവരുടെ ജീവിത സാഹചര്യത്തിൽ അവരുടെ മനസ്സിൻ്റെ കട്ടിക്കുറവ് കൊണ്ട് അവരങ്ങനെ ആയിപ്പോകുന്നതാവും. പക്ഷെ നമ്മൾ അവരെ അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ അന്ന് കുറച്ചു കാലം മുന്നേ വയ്യാതായപ്പോൾ അങ്ങനെ അവർക്കൊരു പേര് വീണതാണെങ്കിലും പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ പിന്നാലെ ആ പേരാണ് വരുന്നത്. പക്ഷെ നമ്മളത് എന്താ പറയുക, നമ്മൾ അതിലേക്കൊന്നും ഒരു കെയറിങ് കൊടുക്കാറില്ല. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അവർക്കൊരു കെയറിങ്ങോ ഒരു ശ്രദ്ധയോ അവരിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷമാണ്. അവരും നമ്മളെപ്പോലെ ജീവിക്കേണ്ട ഒരാളാണ് ഈ ഭൂമിയിൽ. അവർക്ക് വലിയ ഒരു സ്ഥാനം. പക്ഷെ നമ്മളെല്ലാവരും അവരെ അവോയ്ഡ് ചെയ്യുമ്പോൾ അതാണ് ചെറിയ കാര്യങ്ങളിലും കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം. നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം.
അപ്പോഴാണ് നമ്മൾ നല്ലൊരു ജെന്റിൽ വുമൺ അല്ലെങ്കിൽ ജെന്റിൽ മാൻ ആവുന്നുള്ളൂ. നമ്മുടെ കാര്യം മാത്രം നോക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നവർ ചെയ്തോട്ടെ, പക്ഷെ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ കഴിയും. നമ്മൾ അതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അവർക്കൊരു എന്താ പറയുക, അവർക്കത് ആ ഒരു സന്തോഷം, ഒരു ചെറിയ നമ്മൾ പ്രാർത്ഥിക്കാൻ അമ്പലങ്ങളിലൊക്കെ വല്ലാണ്ട് പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ പോകും. ഒരുപാട് വഴിപാടുകളൊക്കെ കഴിക്കാം, അമ്പലത്തിലായാലും പള്ളിയിലായാലും എവിടെ പോയാലും നമ്മൾ അങ്ങനെ ചെയ്യും. പക്ഷേ നമ്മൾ മറ്റൊരാൾക്ക് അകമഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ആ ആൾ അർഹിക്കുന്നൊരു സംഭവം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ നമ്മൾക്കായി ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതിനേക്കാൾ ഉപകാരപ്രദമായ ഒരു പ്രാർത്ഥന വേറെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും എത്രയോ മെച്ചമാണ് നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു സന്തോഷം അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആളൊരു പ്രാർത്ഥന ഉണ്ടാവും നമ്മൾക്ക് വേണ്ടി. ആ പ്രാർത്ഥനയായിരിക്കും ദൈവത്തിൻ്റെ അടുത്ത്. ആ പ്രാർത്ഥനയോളം ഫലം വേറൊരു പ്രാർത്ഥനയ്ക്കും വരില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് എന്താ പറയുക, ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ്നെസ് എന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. കുട്ടികളിലൊക്കെ ആണെങ്കിൽ വിചാരിക്കും ഫുൾ A+ കിട്ടിയ ആൾക്കാരൊക്കെ വലിയ ആളായി, അതാണ് അവരുടെ അവർ വലിയ ഗ്രേറ്റ് ആയി എന്ന് വിചാരിക്കുന്നവരാവും. ഇനിയിപ്പോൾ ഒരു ജോലിയാണ് കിട്ടി അല്ലെങ്കിൽ ഒരു പ്രൊമോഷനാണ് കിട്ടിച്ചാൽ അവരുടെ ജീവിതത്തിൽ അതായിരിക്കും അവരെ വലിയൊരു ഗ്രേറ്റ്നെസ് ആയി തോന്നുന്നത്. ഇനിയിപ്പോൾ നല്ലൊരു കല്യാണം കഴിച്ചു, നല്ലൊരു ഫാമിലി കിട്ടി, അതാണെങ്കിൽ അത് ചിലവർ അങ്ങനെ വിചാരിക്കും. അങ്ങനെ ഓരോരുത്തരും ആ ഒരു രീതിയിലൊക്കെയാണ് ജീവിതത്തെ സക്സസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കുള്ള റിയൽ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആണോ? ഈ എല്ലാ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ എല്ലാ വിഷയത്തിലും A+ കിട്ടിയവരൊക്കെ ശരിക്കും ആ A+ കിട്ടിയതിന് ശേഷമുള്ള ജീവിതത്തിൽ അവർ സക്സസ് ആയിട്ടുണ്ടാവുന്നു. പിന്നെ ഒരു 30% ആൾക്കാരും അവരൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും. ഐ മീൻ തെറ്റായ വഴിയല്ല പറയണത്, പക്ഷെ അവരുടെ ആ ഒരു A+ന്റെ ആ ഒരു ഇപ്പോൾ 10ാം ക്ലാസ്സിൽ 10 A+ കിട്ടിയുള്ളൂ, +2 എത്തുമ്പോഴേക്കും എന്തുകൊണ്ട് അവർ ഫുൾ A+ എല്ലാവർക്കും കിട്ടുന്നില്ല? കാരണം അവർക്ക് ആ അപ്പോഴത്തെ 10ലെ ഒരു കാര്യം മാത്രമാണ് അവർ ഫുള്ളിലേക്ക് നോക്കുന്നുള്ളൂ. കാരണം അപ്പോഴത്തെ ആ ഒരു അതാണ് അവരുടെ ഒരു സക്സസ് ആയിട്ട് കാണുന്നത്. പക്ഷെ ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നതല്ലല്ലോ. നമ്മൾക്ക് ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ നമ്മളുടെ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾക്ക് നല്ലൊരു മെൻറ്റാലിറ്റി വന്ന് എല്ലാ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സീരിയസ് ആയി എടുത്ത് ജീവിതത്തിലേക്ക് അതിൻ്റെതായ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു നല്ലൊരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്ക് ജീവിതത്തിൽ വരണം. നമ്മൾക്ക് ഈ ഫുള്ള് എല്ലാം നേടിയതിലൂടെ സക്സസ് എത്തി നമ്മൾ വലിയൊരു ഗ്രേറ്റ് ജീവിതം ജീവിച്ചു എന്നൊന്നുമല്ല. നമ്മൾ ജീവിതത്തിലൂടെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ. അതിപ്പോൾ എല്ലാവർക്കും ഒരേ അനുഭവങ്ങളായിരിക്കില്ല, എങ്കിലും വരുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ആ ഒരു നമ്മളുടെ മനസ്സിലെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മൾക്ക് ആറ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യങ്ങളെ എങ്ങനെ ഡീല് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് അത്. ഇപ്പം നമ്മൾക്ക് എത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലൂടെ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ, നമ്മൾക്ക് ഒരുപാട് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തോൽവികൾ ഇതാക്കിയിട്ടൊക്കെയാണല്ലോ എത്തുന്നത്. പക്ഷെ അതിലൂടെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അപ്പോഴാണ് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരൊക്കെ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അതിലൂടെ നമ്മൾക്കും എന്തൊക്കെ കാര്യങ്ങൾ അതിലൂടെ പഠിക്കാനുണ്ടെന്നുള്ളതൊക്കെ അറിയണത് നമ്മളുടെ ഈ ലൈഫ് ജേണിയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ്. അത് ഇപ്പം നമ്മളുടെ ഈ ഒരു സ്ഥലത്തിരുന്നിട്ട് ചിലരങ്ങനെയാണ്, നമ്മളുടെ ഒരു സ്ഥലത്ത് ജനിക്കുന്നു, അവിടെ വളർന്ന് അവിടെയൊക്കെ പഠിച്ച് ജോലിയൊക്കെ കഴിച്ച് അവിടെ ലൈഫ് സെറ്റിൽ ആയി നിൽക്കും, അതന്നെ ലോകം. പക്ഷെ നമ്മളുടെ ഈ ലോകം എത്ര വലുതാണ് അല്ലേ? ഇങ്ങനെ കിടക്കുന്ന ഈ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി, ആ മാപ്പിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എത്ര ചെറുതാണ്. അപ്പം നമ്മൾ അത്രയും ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ അറിയുന്നുള്ളൂ. നമ്മളൊന്നിനെക്കുറിച്ചും പഠിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മളുടെ കിട്ടിയ ജോലി കിട്ടി, എൻ്റെ ജീവിതം സേഫായി, ജോലിയൊക്കെ ആയി, ശമ്പളമൊക്കെ ഉണ്ട്, ഇനി അങ്ങനെ മാത്രം കാണുന്നവരാണ്. പക്ഷെ ജീവിതത്തെ ഒന്നും കൂടെ വൈഡായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ ജീവിക്കുന്ന ഈ വട്ടത്തുള്ളതല്ല ജീവിതം. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഈ ലോകത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്.
നമ്മൾക്കിപ്പോൾ യാത്ര ചെയ്യാൻ കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ലോകത്ത് ഇപ്പോൾ നമ്മൾക്ക് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടും കണ്ടിട്ടും വീഡിയോസ് കണ്ടിട്ടും ഒക്കെ അറിയാനുണ്ട്. പക്ഷെ ഇന്നൊക്കെ ആൾക്കാരൊന്നും അതൊന്നും കാണാനൊന്നും ആർക്കും സമയമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ, ലോകത്തെക്കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ, അതിലേക്കൊന്നും ആർക്കും ഒരു ശ്രദ്ധയില്ല ഇല്ലേ? എല്ലാവരും അവരവരിൽ നിന്നും കൺട്രോൾ തെറ്റിയിട്ടുള്ളൊരു ജീവിതമാണ്. നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം അതൊക്കെ ഒരു കൺട്രോൾഡ് ആക്കിയിട്ട് നമ്മളൊരിക്കലും എന്താ പറയുക ഔട്ട് ഓഫ് കൺട്രോൾ ആവരുത്. നമ്മളുടെ ഉള്ളിൽ ഒരുപാട് എനർജികൾ അതായത് നമുക്കൊരു പൊട്ടൻഷ്യൽ, ഒരു ഫോക്കസ് ചെയ്യാൻ കഴിയണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾക്കൊരു ലക്ഷ്യമൊക്കെ ആയി അങ്ങനെ നമ്മളൊരു എന്താ പറയുക ഒരു കൺട്രോളിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ഔട്ട് ഓഫ് കൺട്രോളാണ്, എന്തൊക്കെയോ നടക്കണോ എന്തൊക്കെയോ ഒക്കെ നമ്മളുടെ കൺട്രോളിലല്ല, അങ്ങനെ ഒരു ഇതിലിങ്ങനെയാണ് പോവുകയാണ്. പക്ഷെ നമ്മളെ കൺട്രോളിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ച് നമ്മൾ അതിലൂടെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതപ്പോൾ നമ്മളിപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് അറിയായിരുന്നുള്ളൂ, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അറിയാത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ധാരണയൊക്കെ വരും. നമുക്കൊന്നും അറിയുന്നില്ല. നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ ലോകത്ത് നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. നമ്മൾ വലിയ ഡിഗ്രി ഒക്കെ കിട്ടുമ്പോൾ വിളിയായിരിക്കും എനിക്ക് എല്ലാ അറിവായിരുന്നു. പക്ഷെ അതൊന്നും ഒരു അറിവല്ലായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒന്നും നമുക്കറിയില്ല, ഒരു കാര്യം നമുക്ക് അറിയില്ലല്ലോ എന്നുള്ള ആ കാര്യത്തിലേക്ക് എത്തുന്നത് നമ്മൾ ആ സമയത്താണ്. അപ്പോൾ എല്ലാ അച്ചീവ്മെന്റ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് അതൊരു സക്സസ് ആവുന്നില്ല. അച്ചീവ്മെന്റ് അല്ല ഒരു സക്സസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കും തോറും പിന്നെ നമ്മളുടെ മെൻറ്റാലിറ്റി മാറണം. നമ്മൾ ഇപ്പം ചിന്തിക്കുന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് അറിയാനും നമ്മൾക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്കും ഒന്നും ചെയ്യാനൊന്നും തയ്യാറല്ല. ഒന്നിനും സമയം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ സമയമില്ലായി എല്ലാ കാര്യം ഉള്ള സമയം വേസ്റ്റ് ചെയ്യാണ്. അതൊരു വാല്യൂ കൊടുക്കുന്നില്ല, സമയത്തിനൊന്നും ഒരു വാല്യൂ കൊടുക്കുന്നില്ല ആളുകൾ. സമയം വേസ്റ്റ് 24 മണിക്കൂറും ഉണ്ടായിട്ടും ആളുകൾ അതും ഇതൊക്കെ ചെയ്യാന്നല്ലാണ്ട് അതിനെ എങ്ങനെ മാക്സിമം, അതായത് ഓരോ സെക്കൻഡിനും വിലകളുണ്ട്. അത് മനസ്സിലാക്കിയ ആൾക്കാരുണ്ടല്ലോ. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒക്കെ വേസ്റ്റായി പോകുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. എൻ്റെ സമയം പോയി, എനിക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ. അവിടെ കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ബോധം ഉണ്ടാവും. പക്ഷെ അത് ഇല്ലാത്ത ആൾക്കാർ, കൺട്രോൾഡ് അല്ലാത്ത ആൾക്കാരൊക്കെ അതിനെക്കുറിച്ചൊരു അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ എത്ര സമയം വേണേലും വേസ്റ്റ് ചെയ്യും. വെറുതെ കിടന്നുറങ്ങണമെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങി, അത് മൊബൈൽ കളിക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ വേണേലും അങ്ങനെ ഇരിക്കും. ഇനി അതല്ല പുറത്തു പോയി ആൾക്കാരായിട്ട് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് വേസ്റ്റ് ചെയ്യുക. എത്രയോ സമയം വേസ്റ്റ്. നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മളത് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഖേദിക്കും. എത്ര നല്ല സമയം, അതായത് നമ്മളെ ജീവിതത്തിൽ നല്ല സമയങ്ങളാണ് കടന്നു പോകുന്നത്, അതാണ് നമ്മൾ വേസ്റ്റ് ചെയ്യണത്. അങ്ങനെ വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പിന്നീട് ഒരിക്കലും ആ സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. നമ്മൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സമയങ്ങൾ വേസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു വാല്യൂ മനസ്സിലാക്കാതെ നമ്മളെ കൺട്രോളിലല്ലാതെ ജീവിക്കുമ്പോഴാണ് ലൈഫ് ഒരു എന്താ പറയുക ഒരു ഓർഡറിലല്ലാത്തൊരു ലൈഫ്, ഒരു സക്സസ് ആവാത്തൊരു ലൈഫായി മാറുന്നത്. ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. നമ്മൾ ഏറ്റവും ഉയരങ്ങളിൽ എത്തുന്ന ആൾക്കാരെ നോക്കിയാൽ മതി. അവർ വന്നിട്ടുള്ള വഴികളിൽ എത്രമാത്രം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം അവർ സഹിച്ച് ക്ഷമിച്ച് അവരുടെ നല്ല സമയങ്ങളൊക്കെ അവർ എത്രമാത്രം ഉപയോഗപ്പെടുത്തി, ടൈം വേസ്റ്റ് ചെയ്യാതെ ഉറക്കം ഒക്കെ കളഞ്ഞ് അല്ലേ, നല്ല സമയങ്ങളിലൊക്കെ അവരുടെ സമയം മാക്സിമം ഉപയോഗപ്പെടുത്തിയവരാണ് നല്ല സക്സസ് എത്തിയിട്ടുള്ളത്. അതുപോലെയൊക്കെ ആവാൻ ശ്രമിക്കുക. വെറുതെ സമയം വേസ്റ്റ് ചെയ്യാതെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നന്നായി ജീവിക്കുക. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു.